നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മുടെ കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് ഏപ്രിൽ 1-ാം തീയതി കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ വരുമെന്നാണ് കേരള PSC എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളെല്ലാവരെയും ഏപ്രിൽ ഫുൾ ആക്കിക്കൊണ്ട് അന്ന് വന്നിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മുടെ ഈദ് മുബാറക് ഒക്കെ ആയതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത എന്നുള്ള രീതിയിൽ തന്നെ കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ ഇന്ന് ഇപ്പോൾ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേരള ബാങ്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്, ഈ പറയുന്ന തസ്തികയുടെയൊക്കെ ക്വാളിഫിക്കേഷൻ എന്താണ്, ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, അപ്ലൈ ചെയ്യേണ്ടത് ഏത് വഴിയാണെന്നുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും നിങ്ങളുടെ PSC പഠിക്കാൻ പോകുന്ന എല്ലാ കൂട്ടുകാർക്കും എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അതിന് മുന്നേ നോളജ് ഫാക്ടറി PSC എന്ന് പറയുന്ന ഈ ഒരു ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള PSC റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾക്കും വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പൊ എന്തായാലും നമുക്ക് കാര്യത്തിലേക്ക് തന്നെ കിടക്കാം. കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ. കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ പോസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്ലർക്ക് അതുപോലെ തന്നെ ക്യാഷർ എന്നുള്ള പോസ്റ്റിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു തസ്തിക എന്ന് പറയുന്നത് കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഒരു തസ്തികയാണ്. അപ്പൊ നമുക്ക് ആദ്യം ഓഫീസ് അറ്റൻഡന്റിന്റെ കാര്യം നമുക്ക് നോക്കാം. അപ്പൊ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റിന്റെ ശമ്പളത്തിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ 16,000 രൂപ മുതൽ 44,000 രൂപ വരെ വരുന്ന പേ സ്കെയിലുള്ള നല്ലൊരു സാലറി ഉള്ള ജോലിയാണ് എന്ത് കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്നത്. ഒഴിവുകളുടെ എണ്ണം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 125 ഒഴിവുകളാണ് കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റിലേക്ക് വിളിച്ചിട്ടുള്ളത്. 125 ഒഴിവുകളാണ്. അപ്പൊ ഇതിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ അടുത്തുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഇതിന്റെ പ്രായപരിധി എന്താണെന്നുള്ളതാണ്. അപ്പൊ പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എന്ന് പറയുമ്പോൾ 2-1-1984 1-1-2006 ഇടയിൽ ജനിച്ചവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കേരള ബാങ്കിന്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. കൂടാതെ നമ്മുടെ ഇതിന്റെ ക്വാളിഫിക്കേഷന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെറിയൊരു അടി നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാര്യം ഏറ്റവും കുറഞ്ഞത് 7-ാം ക്ലാസ് പാസ്സായിരിക്കണം, ബിരുദധാരിയാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ +2 ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വരെ എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ 7-ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ള ജോലിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് +2 ക്വാളിഫിക്കേഷൻ വരെ ഉള്ളവർക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാനായി കഴിയും. പക്ഷെ ഇവിടെ എന്ത് പറ്റത്തില്ല, ബിരുദധാരികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നമ്മുടെ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ പറയുന്ന ഓഫീസ് അറ്റൻഡന്റ് അല്ലെങ്കിൽ കേരള ബാങ്കിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ PSCയുടെ 1 ടൈം രജിസ്ട്രേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ എല്ലാവരുടെയും PSC പ്രൊഫൈൽ മുഖാന്തരം തന്നെയാണ് ഈ പറയുന്ന ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുക. ഓക്കെ, അപ്പോൾ PSCയിലെ നമ്മുടെ പ്രൊഫൈലിനകത്ത് തന്നെ ഓൾറെഡി ഇതിപ്പോ അവൈലബിൾ ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ എന്തായാലും അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 15-5-2024 ബുധനാഴ്ച അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. എന്തായാലും പ്രൊഫൈൽ അവൈലബിൾ ആയ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് വരെ വെച്ചുകൊണ്ട് ഇരിക്കരുത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ പറയുന്ന കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ് എന്ന് പറയുന്ന തസ്തികയുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും ഇത്രയുമാണ്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കുക. 125 ഒഴിവുകളാണ്. മാക്സിമം എല്ലാവരും നല്ലപോലെ ഒന്ന് പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ 125-നകത്ത് കയറി വരാനായിട്ട് കഴിയും. ഓക്കെ, അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ 06-3/2024. നമ്മൾ നേരത്തെ പറഞ്ഞ ഓഫീസ് അറ്റൻഡന്റിന്റെ കാറ്റഗറി നമ്പർ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. 06-5-2024. എന്നാൽ നമ്മുടെ ക്യാഷറിന്റെ ഓഫീസ് അറ്റൻഡന്റ് അല്ലെങ്കിൽ അതിന്റെ കാറ്റഗറി നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 06-3/2024. അപ്പോൾ ഈ കാറ്റഗറി നമ്പർ എന്തായാലും ഇപ്പൊ അവൈലബിൾ ആയിരിക്കും പ്രൊഫൈലിനകത്ത്. അപ്പോ ഈ പറയുന്ന ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷറിന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 രൂപ മുതൽ 54,000 വരെ വരുന്ന പേ സ്കെയിലുള്ള ജോലിയാണ് നമ്മുടെ ക്യാഷറിൻ്റെത്. അപ്പൊ എന്തായാലും നല്ലൊരു ജോലി സാധ്യത അല്ലെങ്കിൽ നല്ലൊരു ശമ്പള സ്കെയിലുള്ള ഒരു ജോലി തന്നെയാണ് നമ്മുടെ കേരള ബാങ്കിന്റെ ക്യാഷർ എന്ന് പറയുന്ന ഈ ഒരു തസ്തിക എന്ന് പറയുന്നത്. ഒഴിവുകളുടെ എണ്ണം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട്. 115 ഒഴിവുകളാണ് നമ്മുടെ ക്യാഷർ അല്ലെങ്കിൽ ക്ലർക്കിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾ 2-1-1984 1-1-2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ പറയുന്ന ക്യാഷർ അല്ലെങ്കിൽ ക്ലർക്കിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത്.
അപ്പോൾ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ചെറിയൊരു പ്രശ്നമുള്ള ക്വാളിഫിക്കേഷൻ ആണ്. കാര്യം ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിലുള്ള ബിരുദം, അല്ലെങ്കിൽ നമ്മൾ കൊമേഴ്സ് ബിരുദധാരി ആയിരിക്കണം, അല്ലെങ്കിൽ എന്താണ് കോർപ്പറേഷൻ ഒരു പ്രത്യേക വിഷയമായി പഠിച്ച് ആർട്സ് സിലബസ് ഉള്ള ഒരു ബിരുദാനന്തര ബിരുദധാരി ആയാലും എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും കേട്ടോ. അപ്പോൾ കൊമേഴ്സിലുള്ള ബിരുദം അല്ലെങ്കിൽ കോർപ്പറേഷൻ, ബികോം കോർപ്പറേഷൻ എന്ന് പറയുന്ന വിഷയം പഠിച്ചിട്ട് ആർട്സിലുള്ള ബിരുദാനന്തര ബിരുദം നേടിയ ആൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ, ചുരുക്കം പറഞ്ഞാല് ബാങ്കിങ് മേഖലയിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം ഉണ്ടായവർക്ക് മാത്രമേ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷർ എന്ന് പറയുന്ന ഈ പറയുന്ന കേരള ബാങ്കിലേക്കുള്ള നോട്ടിഫിക്കേഷനിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണത്തിൽ നിന്നുള്ള ഹയർ ഡിപ്ലോമ, അല്ലെങ്കിൽ സഹകരണത്തിനുള്ള ബിസിനസ് മാനേജ്മെന്റിലേക്കുള്ള ഹയർ ഡിപ്ലോമ, അങ്ങനെയുള്ള ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ, ഈ പറയുന്ന കേരള ബാങ്കിന്റെ ക്ലർക്ക് അല്ലെങ്കിൽ ക്യാഷർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ എന്തായാലും ഈ പറയുന്ന ഡീറ്റെയിൽ ആയിട്ടുള്ള PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് മുഖാന്തരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. അപ്പൊ എന്തായാലും 2 നോട്ടിഫിക്കേഷൻ നിലവിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ കഴിയുന്നവർ ഇപ്പൊ തന്നെ നമ്മുടെ PSCയുടെ കേരള ബാങ്കിന്റെ ക്ലർക്ക്, അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ ഓഫീസ് അറ്റൻഡന്റ്, ഈ പറയുന്ന 2 തസ്തികയിലേക്കും ഇന്ന് തന്നെ ഇപ്പൊ തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഈ ഒരു അറിവ് നിങ്ങൾ പകർന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പൊ എന്തായാലും ബാക്കിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും. അപ്പൊ പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.